വീണ്ടും ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള വരവാണോ അതാണ് ചോദ്യം. റിവോൾവർ റിംഗോ എന്നുള്ള സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു സൂപ്പർ ഹീറോ ആണോ? സൂപ്പർ ഹീറോ അല്ല, എന്നാൽ സൂപ്പർ ഹീറോയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് പടത്തില്. സൂപ്പർ ഹീറോ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കുട്ടികളെ സഹായിക്കുന്ന റോൾ കുറച്ച് മുതിർന്നു അല്ലേ? അല്ല, ഷൂട്ട് ചെയ്യുമ്പോ കുട്ടികളും ഞാനും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായി. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് ഇവന്മാർ പെട്ടെന്ന് വളർന്ന് പ്രമോഷൻ വന്നപ്പോ ഇവരൊക്കെ തരക്കാരായി എന്തായി ചോദിക്കാൻ പാകത്തിനായി. ഈ കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവുമെന്ന് നമുക്ക് പറയാറുണ്ട്. അതായത് അവരുടെ റിയാക്ഷൻസ്, അവർ ഓരോ ടേക്കിനെ സമീപിക്കുന്നത്. കാരണം അവർ കണ്ടു വളർന്നിട്ടുള്ള സിനിമകൾ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ റെഫറൻസുകൾ വ്യത്യാസമുണ്ട്. ഇവരിൽ നിന്ന് എന്താ പഠിച്ചത്? എന്താ ഞാൻ എന്താ പഠിച്ചത് അവനെങ്ങനെ പറയണല്ലേ? അല്ല, ഇവര് നമ്മളെ ക്ഷമ പഠിപ്പിച്ചായിരുന്നു നന്നായിട്ട്. അല്ല, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്ന കുട്ടികളാണ്. പിന്നെ നമ്മൾ ഇവരുടെ കൂടെ കൂടുമ്പോൾ ഭയങ്കര ആ രസം, ഒരു ഭയങ്കര രസമായിട്ട് കാര്യങ്ങളിങ്ങനെ പോകുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പറഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോ നമുക്ക് ഇന്റർവ്യൂവിൽ ഇരുന്ന് ഇന്ന കാര്യങ്ങളാണ് പഠിച്ചതെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അതിങ്ങനെ ഡെയിലി ഓരോ കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ. അത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല, അതേപോലെ അവരും നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്വമുള്ളവരായി മാറുന്നു എന്നുള്ളത് അത് വേറൊരു കാര്യം. നമസ്കാരം. ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ പാട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ. അപ്പോൾ 3 പാട്ടുകൾ 4 പാട്ടുകളൊക്കെ അടുപ്പിച്ചങ്ങനെ എഴുതുന്ന ഒരാളാണെന്നാണ് കേട്ടിരിക്കുന്നത്. അഭിനയത്തിലേക്ക് വരുമ്പോഴും ഇത് ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആവുക, അത് സാധ്യമാവുന്നുണ്ടോ എപ്പോഴും അഭിനയിക്കുമ്പോഴേ? അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ റെഡി ആയിരുന്നാൽ മതി, മനസ്സിൽ റെഡി ആയിരുന്നാൽ മതി, തയ്യാറായിരുന്ന ഓക്കെ. എനിക്കങ്ങനെ പ്രശ്നം തോന്നാറില്ല. സ്ക്രിപ്റ്റ് ബൈഹാർട്ട് പഠിക്കാനൊന്നും പ്രശ്നമില്ല എനിക്ക്. ഈ ഇപ്പോൾ രോഗം എന്തെങ്കിലും രീതിയിൽ പണ്ടത്തെ ഒരു ആവേശത്തെയോ അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റിനോട്, സിനിമ എന്നുള്ള മൊത്തത്തിനോടുള്ള ക്രാഫ്റ്റിനോടാണല്ലോ എനിക്ക് എപ്പോഴും ഒരു താല്പര്യം. അവിടേക്ക് പോകാൻ എന്തെങ്കിലും രീതിയിൽ ശരീരം തളർത്തുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെ മനസ്സ് വെച്ച് അതിനെ അതിജീവിക്കുന്നത്? അല്ല, രോഗത്തിൻ്റെ സമയത്തും കഴിഞ്ഞാലും മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പിടിക്കാതെയാണ് ഇവിടെ വന്നത്. തീരെ വയ്യാത്ത ആളാണ് ഞാൻ. 2 സൈഡും ഈ സൈഡ് തടസ്സം പോയതാണ്. പക്ഷേ എനിക്ക് വലതേ ഭാഗത്ത് എനിക്ക് ഉണ്ട്. എൻ്റെ വലതു ഭാഗത്ത് ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ പേടിക്കുന്നു. എനിക്കിത് മതി എന്ന് ഞാൻ വെക്കും. പിന്നെ ഒന്നിനെ പറ്റി ഞാൻ സങ്കടപ്പെടാറില്ല. ഇന്നലെ എങ്ങനെയായിരുന്നു, എനിക്കിനി നാളെ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. അത് കഴിഞ്ഞു. ഇന്ന് വേറൊരു ജീവിതം, നാളെ വേറൊരു ജീവിതം. അത്രേ ഉള്ളൂ. ഈ കുട്ടികളെ വെച്ചിട്ടൊരു പടം ഉണ്ടാക്കുക, അത് വർക്ക് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്ന് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ വേൾഡും നമ്മുടെ വേൾഡും പലപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളുടെ കാഴ്ചയിൽ നിന്ന് കുട്ടികളെ അഭിനയിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ആ പടങ്ങളെ കുറച്ച് അമേച്ചർഷാവുക. അപ്പം ഇവരുടെ ഒരു ലെവലിലേക്ക് ഉയർന്നുകൊണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവരുടെ വേൾഡ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണ്, കുറച്ചുകൂടി ഫിൽറ്റേഴ്സ് ഇല്ലാത്തതാണ്, കുറച്ചുകൂടി ഫാൻറ്റസി നിറഞ്ഞതാണ്. സോ റൈറ്റിങ്ങിൽ വരുമ്പോഴും മേക്കിങ്ങിൽ വരുമ്പോഴും ആ ഒരു ചൈൽഡ് സോൺ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അതിൽ നമ്മുടെ മനസ്സ് കുട്ടികളുടെ ഒരു മനസ്സായിരുന്നാൽ മതി. അവരെ പോലെ ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഷൂട്ടിങ്ങിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇവരെല്ലാവരും കുറേ പിള്ളേരുണ്ടായിരുന്നല്ലേ, 4-5 പിള്ളേരുണ്ട്. അപ്പോൾ ഇവരും മൊത്തത്തിൽ വേറെ ലോകത്ത് കളിച്ച് ചിരിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. എന്തുകൊണ്ടൊരു സൂപ്പർ ഹീറോ ഓണർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യാം? അതൊന്നുമില്ല. അപ്പം മലയാളത്തിൽ അധികം പരീക്ഷിക്കാത്തൊരു ഏരിയയും കൂടിയാണല്ലോ അത്. അല്ല, അത് അങ്ങനെ ഒരു കഥ വന്നു, അങ്ങനെ ഒരു ആശയം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ വന്നു പോയിച്ചതാണ്. അതെ. ഈ ചില എഴുത്തിലൊക്കെ അല്ലെങ്കിൽ ചില വാർത്താക്കുറിപ്പിലൊക്കെ അദ്ദേഹം മിന്നൽ മുരളി ആരാധിച്ച് അതിലൂടെ വരുന്നൊരു സൂപ്പർ ഹീറോ ആണെന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാരല്ല, സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾ ഒരു സിനിമ എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിക്കും എന്താ ഇതിന്റെ ഒരു ബേസ്? ഇൻഡിയാന ജോൺസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ടായിരുന്നു. ഫാൻ മെയ്ഡ് വെച്ചാൽ അത് ചെറിയ പിള്ളേർ ചേർന്ന് ചെയ്തൊരു സിനിമയാണ്. അവർ ആ സിനിമ അതേപോലെ അവരുടേതായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ
അവരുടെ കയ്യിൽ ഒരു സിനിമയുടെ സന്നാഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ വീട്ടിൽ എന്തൊക്കെയാണ് അവർക്ക് അവൈലബിൾ, അവരുടെ വീട്ടിലത്തെ ക്യാമറ, വീട്ടിലത്തെ പ്രോപ്പർട്ടി, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ ആ സിനിമ ചെയ്തത്. അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു വെക്കേഷൻ ടൈമിലാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ 2-3 വർഷം എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്ത് ക്യാരക്ടറിന്റെ വലുപ്പവും എല്ലാം മാറും. എന്നാൽ പോലും അവരിത് ചെയ്ത് തീർത്തു. എന്നിട്ട് അവരത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീസ് മീൻസ് അങ്ങനെ എല്ലാവരും കാണിക്കലോ റിലീസും അല്ല. പക്ഷെ പിന്നീട് അതിനൊരു കൾട്ട് സ്റ്റാറ്റസ് വന്നിട്ടുണ്ടായിരുന്നു ഈ വിദേശ രാജ്യങ്ങളിൽ. അതായിരുന്നു ഈ സിനിമേന്റെ ഒരു ബേസ്. അതാണ് ഇൻസ്പിറേഷൻ. കുട്ടികൾ ചേർന്നൊരു സംഭവം ചെയ്യുന്നു, അതിനകത്തൊരു സൂപ്പർ ഹീറോ പരിപാടിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ബേസ്. ശ്രീവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പർ ഹീറോ ആരാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് റിവോൾവറിംഗ് തന്നെയാണ്. മീൻസ് ഇതങ്ങനെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റുകയും ചെയ്യില്ല. പറയാനാണെങ്കിൽ കഥ ഫുള്ള് പറയേണ്ടി വരും. അതുപോലെ തന്നെ മലയാളത്തിൽ എനിക്ക് മിന്നൽ മുരളിയും നിലവിലിപ്പോ റിവോൾവറിംഗോയാണ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. അല്ലാതെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവഞ്ചേഴ്സ് സിനിമ കാണുമ്പോൾ ഉള്ള എല്ലാവരെയും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്പൈഡർമാൻ, സൂപ്പർമാൻ ഇവരൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. അയൺമാൻ ഇഷ്ടം. അയൺമാൻ ഇഷ്ടമാണ്. അയൺമാനാണോ ഇഷ്ടം? വെറുതെ ചോദിച്ചു. അവിടെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു സൂപ്പർ പവർ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല. ഞാനിങ്ങനെ അവഞ്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ഇഷ്ടമാണ്. കുറച്ചുകൂടി എനിക്ക് സ്പൈഡർമാനാണ് ഇഷ്ടം. അവരുടെ മൂവീസ് ഒക്കെയാണ് കുറച്ചുകൂടി കാണാറ്. അങ്ങനെ ഈ ഒരു മലയാളത്തിലൊരു സൂപ്പർ ഹീറോ പടം വരുന്നു, ഒരു കുട്ടികളുടെ ബേസ് കൊണ്ടുള്ള ഒരു സൂപ്പർ ഹീറോ പടം വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സൂപ്പർ ഹീറോ മൂവീസ് ഉണ്ടല്ലോ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അതും ഈ പടമായിട്ട് എത്രമാത്രം സാമ്യമുണ്ട്? അത്യാവശ്യം നല്ലോണം സാമ്യമുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ നല്ലൊരു സൂപ്പർ ഹീറോ ബേസ്ഡ് മൂവിയിൽ ചാൻസ് കിട്ടാന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമുണ്ട് ഇതിൽ പാർട്ടാവാൻ പറ്റിയത്. ഞാൻ ഈ അടുത്ത് ദേവനന്ദയോട് സംസാരിക്കുമ്പോൾ ദേവനന്ദ ശരിക്കും നമ്മളെക്കാളൊക്കെ ഒരു 10 വർഷം അഹെഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മെച്യൂർഡായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു. അപ്പോൾ ദേവനന്ദയുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങളൊക്കെ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദേവനന്ദയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ശ്രീപദിന് എന്തെങ്കിലും പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. എങ്ങനെ പറഞ്ഞാലും നമ്മളൊക്കെ കുട്ടികൾ തന്നെ ആണല്ലോ. അപ്പോ ഇപ്പൊ ഏത് സെറ്റിലായാലും നമ്മൾ നോർമലി കളിച്ച് ചിരിച്ച് ഈ സെറ്റൊക്കെ പോലെ തന്നെ ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ പേഴ്സണാലിറ്റിയിൽ അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതിപ്പോ വളർച്ചയിലുണ്ടാവുന്ന ചേഞ്ചസ് എന്തായാലും ഉണ്ടാവുമല്ലോ, അതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു മാന്ത്രിക എലമെന്റ് ഉള്ള ഒരു സിനിമ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിനിമ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിനിമ എഴുതാനോ സംവിധാനം ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സോപാനാണ് ഞാൻ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത പടം. പിന്നെ ഒന്ന് ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഞാൻ വേറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ആലോചിക്കുക. ഞാൻ ചെയ്ത പടത്തിൽ എൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി കേരളത്തിൽ വരുന്നത്. അത് പറയാൻ പോവാ ഞാൻ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു രീതിയിലാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ. ഒരു പാകിസ്ഥാനി ക്രിക്കറ്റർ, അയാൾ കേരളത്തിൽ എങ്ങനെ വരും, കേരളത്തിൽ വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എങ്ങനെ, അതാണ് ഞാൻ ആലോചിച്ചത്. അതുപോലെ അത് ഒറിജിനൽ ക്രിക്കറ്ററായ പാകിസ്ഥാനിയായ കൊള്ളാണ്ടായിരുന്നു. അതിന് ശ്രമിച്ചിരുന്നു ഞാൻ. അത് നടന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ഒരു പാകിസ്ഥാനി, പിന്നെ ഒരു ജെൻഡർ ഇതിലുള്ള ഒരാൾ, പിന്നെ ഞാൻ ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് കൊടുത്തു, അങ്ങനെ അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് മാന്ത്രികം എന്നുള്ളതൊന്നും അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ശരിയാണ്.